ഞാൻ വിട്ടാലും ഞാൻ വിടില്ലടോ ഉത്തമ. മരിച്ചതെന്റെ അരിയനാ. അവന്റെ വീട്ടിലെ ഒരു ജീവനെങ്കിലും പോണം, എന്നാലേ ഞാൻ അടങ്ങൂ. ചെയ്ത ശാപത്തിന് പണി കിട്ടും. അവനെ കൊണ്ട് 3 പെണ്ണുങ്ങളാണ് മരിച്ചത്. അവരുടെ പ്രേതാണ് അവനെ ശിക്ഷിച്ചത്. എടോ താനൊക്കെ ഒരു തന്തയാണ്. പോടാ അവിടുന്ന്. ശാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇതോടുകൂടി അത് വിട്ടേക്ക്. നീ എന്തെങ്കിലും ചെയ്ത് പുതിയ കുഴപ്പത്തിൽ പോയി ചാടാതെ. എനിക്ക് നല്ല ദേഷ്യം. എനിക്ക് ദേഷ്യം വരൂടാ. അതെ, എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മരിച്ചു പോയത് നമ്മുടെ മകനാ. നിങ്ങൾ വരൂ. അതിന് നീ ഒരാഴ്ച കരഞ്ഞില്ലേ? ആ ചെല്ലേ ചെല്ലേ. കയ്യോങ്ങുന്നു. നോക്ക്, എത്ര കാലം ഇങ്ങനെ സങ്കടപ്പെട്ടേക്കാം. കുഞ്ഞു വയറ്റിലുള്ള സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. ഈ സമയമൊക്കെ കടന്നു പോവും. അല്ല, ഇന്ന് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ? പോണം. അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വേണ്ട, കൂടെ ഞാൻ വരാം. വേണ്ട, ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ. ഏയ്, സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റൂലോ. കുഞ്ഞിനെ കാണുമ്പോൾ ഈ വേദനയൊക്കെ പൊക്കോളും. നിങ്ങളൊക്കെ ഉണ്ടായിട്ട് അവൻ വെറുതെ തല്ല് വാങ്ങിയില്ലേ? ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, അതുകൊണ്ടാ തിരിച്ചടിക്കാണ്ടിരുന്നു. എല്ലാരും ചേർന്ന് അവന്മാരെ തല്ലി ചതക്കേണ്ടതായിരുന്നു. വെറുതെ വാചകടി മാത്രമേ ഉള്ളൂ. എന്നെ ആശീർവദിക്കടാ. ആവശ്യമില്ലാതെ കാലിൽ വിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പോയി പണി നോക്ക്. വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ? വെറുതെ നടത്തിപ്പിക്കല്ലേ. ഈ എഴുതിക്കുന്ന വാചകമൊക്കെ മാറ്റി 4 കാശുണ്ടാക്കാൻ നോക്ക്. ജന്മന കിട്ടിയത് മാറ്റാൻ പറ്റില്ലല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ചേട്ടാ, ചായ വാങ്ങിച്ചു തരുമോ? വാചകടിക്ക് ഒരു കുറവില്ല, വാങ്ങിത്തരാം. ചേട്ടാ, ചേട്ടാ കിട്ടാന്നൊക്കെ വിളിച്ച് അടിച്ച് പല്ലടിച്ച് താഴിടും. നീ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? പിന്നെന്തിനാ വീട് ഇങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾക്ക് സുഖാണോ? പോലീസ് വേണി സൈലന്റ് ആയിട്ട്, പക്ഷെ മന്ത്രി നാരായണൻ സൈലന്റ് ആയിട്ട് ഇരിക്കത്തില്ല. നിനക്ക് പേടിയുണ്ടോ? പ്രശ്നം വേണ്ടെന്ന് ഓർത്തിട്ടാ. നല്ല മനുഷ്യരുടെ കഴിവുകേടാ ദുഷ്ടന്മാർക്കും നീചന്മാർക്കൊക്കെ പദവിയും അധികാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം നാട് വിട്ട് മാറിയേക്കാന്നാണോ? പുലി അവനൊരു കഴുതയുടെ ജന്മ. മുമ്പിൽ ചെന്ന് നിന്നാ കടിക്കും, പുറ ചെന്നാ കാലുണ്ട് ചവിട്ടും. സത്യമെന്നൊന്നുണ്ട് സേവിയറെ, അത് നമ്മുടെ രക്ഷയ്ക്കുണ്ടാവും. അമ്മേ, ഇത്തവണ ഞാൻ കൊണ്ടാക്കണം. അമ്മ വീട്ടിലേക്ക് ശരി മോനെ, സൂക്ഷിക്കണേ. എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ. സിസ്റ്റർ, കുറച്ച് കുടിക്കാൻ വെള്ളമെങ്കിലും താ. എന്നെ സിസ്റ്റർ നിങ്ങൾ വിളിച്ചാലുണ്ടല്ലോ, നിന്റെ പല്ലടിച്ച് കുളിക്കാൻ പറഞ്ഞേക്കാം. മോന്ത കണ്ടിച്ചാലും മതി. സേവിയറേട്ടാ പറഞ്ഞോളൂ സിസ്റ്ററെ. ഇയാളെ എന്നെ സിസ്റ്റർ വിളിക്കലെന്ന് പറ. നിങ്ങൾ വിളിച്ചതേ അവൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ. കേൾക്കുന്നുണ്ട്. ബ്രദറിന് വിളിച്ചാ അയാൾ പല്ലുടയ്ക്കും, സിസ്റ്ററിന് വിളിച്ചാ തേങ്ങ അടുത്തെറിയാൻ വരുവാ. ഇതിനൊക്കെ എന്താ അർത്ഥം? ആ ചെറിയവന് മനസ്സിലായി, നിനക്കിനി മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ലല്ലോ. മഹി രാജകുമാരി. എന്താ ബ്രദർ? അവന് മനസ്സിലായില്ലെന്ന് മനസ്സിലാവുന്ന വിധത്തിലൊന്ന് പറഞ്ഞു കൊടുക്ക്. കണ്ടോ? നിങ്ങൾക്ക് വരണമെങ്കിൽ വരണം, പോണെങ്കിൽ പോണം. ഞങ്ങളൊക്കെ കണ്ടാൽ നിനക്ക് എങ്ങനെയുണ്ട്? പൊട്ടന്മാരെ പോലെ ഉണ്ടോ? ഒരു പെണ്ണിനെ ഒരു ചെറുക്കന് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവൻ്റെ ഹെയർ സ്റ്റൈൽ, ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം മാറ്റും, വെറും അവൾക്ക് വേണ്ടി മാത്രം. അവൾ എത്ര മണിക്ക് എണിക്കും, എത്ര മണിക്ക് ഉറങ്ങും, എപ്പോൾ വെളി വരുവാ, ആരുടെ കൂടെ വരുവാ, ഏത് വഴി വരും, ഏത് ടൈമിങ് അവൾ തിരിച്ചു നോക്കും, അവൾക്ക് എന്ത് ഇഷ്ടമാ എന്ത് ഇഷ്ടമല്ല, ഇതെല്ലാം സ്റ്റഡി ചെയ്യണം. ഞാൻ സ്റ്റഡി ചെയ്തു. പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും പഴയ ഡയലോഗൊക്കെ പൂശാൻ തുടങ്ങിയല്ലോ. അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്തെന്ന് വെച്ചോ, അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവിടെ വലിയ പോരെ നടത്തി അത് ട്രൂ ലവാന്ന് അവൻ പ്രൂവ് ചെയ്യും. പക്ഷെ നിങ്ങൾ എന്താന്ന് വെച്ചാ ഒന്നിനും റിയാക്ട് ചെയ്യാണ്ട് അങ്ങനെ ഊമ മാതിരി ഇരിക്കും. അവനുണ്ടെങ്കിൽ എന്താ, അവനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? ഞങ്ങളുടെ കൈയും കാലും എല്ലാം പോയിട്ട് ഞങ്ങൾ പുറകെ വരണം. കറക്റ്റ് അല്ലേ? എവിടുന്ന് വന്നു ഈ സഡൻ ലവ്? ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഓർത്തോ? ഞാനൊക്കെ മാനം കേട്ടവനാന്നേ, പെട്ടെന്ന് കാലിലോട്ട് വീഴും. ഐ ലവ് യു ടു.
രണ്ടുപേരും ഔട്ട് ഓഫ് ഡേഞ്ചർ. താങ്ക്സ് ഡോക്ടർ. പക്ഷെ അച്ഛനാണ് കാത് രണ്ടും. അവരിനി ആ ഷോക്കിൽ നിന്ന് തന്നെ വന്നിട്ടില്ല. എൻ്റെ ഭാര്യ ജീവനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കുഞ്ഞു നഷ്ടപ്പെട്ടു. வடிவெடுக்க என்னையில மோசமாய கதையோ முடிஞ்சது ஏன் சொல்லம்மா. பாசத்துல வயத்தில் பத்திரமா வச்சிருக்க. மாசம் 10 ஆகும் முன்ன மடிஞ்சது யார் குத்தமம்மா. ஓ முகத்தை நான் அறிய, என் முகத்தை நீ அறிய. காலம் ஒன்று சேரும் முன்னு காத்திருந்த உள்ளுக்குள்ள. தாயே நீ முத்தமிட, தாங்கி என்ன தொட்டிலிட. ஆசைப்பட்ட என் பொறப்பு அழிஞ்சதையும் என்ன சொல்ல. துள்ளி விளையாடலையே, தோல் சாஞ்சு தூங்கலையே. பள்ளிக்கூடம் போகலையே, பால் நிலவ காண்களையே. என்ன தந்த அப்பனா ஏறெடுத்தும் பார்க்கலையே. மண்ணை அள்ளி திங்கும் முன்ன மண்ணுக்குள்ள போனதென்ன. தப்பு ஒன்றும் செய்யலையே, தொல்லை தர எண்ணலையே. கூடிழந்த கொஞ்சம் கிளி குப்பை குலானதென்ன. வடிவெடுக்க என்னையில
ഇത് ആക്സിഡന്റ് അല്ല മോനെ, ചതിയാണ്. അച്ഛാ, ഞാൻ പറഞ്ഞ സത്യ, ചതിയാണ്. ഒക്കെ ശരിയാവും അച്ഛാ. ചതി. നമ്മുടെ വീട്ടിലേക്ക് 4-ാം തീയതി ആയിരുന്നു ഗ്യാസ് വന്നിരുന്നത്. ഇനി ബുക്ക് ചെയ്താലേ വരുള്ളൂ. മരുമോനെ, മരുമോനെ, എന്റെ മകൾക്ക് എന്ത് പറ്റി? മോന്റെ അച്ഛനെന്ത് പറ്റി? ഒന്നുമില്ല അച്ഛൻ, റിലാക്സ് ചെയ്യ്. ഇവരൊന്ന് കൊണ്ടാക്കാം. വാമേ, വാച്ച. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട. ശബ്ദം തന്നെയാണ്, എന്താണെന്നറിയില്ലല്ലോ. നമ്മുടെ അമ്പലത്തിലെ മന്ത്രി നാരായണന്റെ ആൾക്കാര് എന്നെ കത്തിയോണ്ട് കുത്തിയിട്ട് കടത്തിക്കൊണ്ട് പോയി. അവനെ കൊണ്ടുപോ. അവനെ വിട്ടേക്ക്. വിഷ്ണു, ഒരു ഭീകര ജീവി നമ്മളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നമ്മൾ വഴക്കിടുകയാണെങ്കിൽ അതത്ര നല്ല കാര്യമല്ല. ഒന്നുകിൽ നമ്മൾ അതിൽ നിന്ന് വഴിതിരിഞ്ഞു പോകണം, അത് കഴിയില്ലെങ്കിൽ അതിൻ്റെ വഴി അങ്ങോട്ട് തിരിച്ചു വിട്ടേക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ പ്രശ്നം ഇതോടെ വിട്ടുകളാടാ. താങ്കളുടെ ചേട്ടൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഏത് സാറ്? അതായത് നമ്മുടെ ആ പഞ്ചായത്ത് മെമ്പറേ. പോവാൻ നോക്ക്. ചേട്ടൻ പൊയ്ക്കോ, ഞാൻ വിളിച്ചോണ്ട് വന്നേക്കാം. പൊയ്ക്കോ. വിഷ്ണു, നമ്മളെ ശത്രുവായിട്ട് കാണുന്ന ആൾ നിസ്സാരക്കാരനല്ല. അവനെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഇവനാണ് ശരിയായ ആള്. ഒരു പാർട്ടിയെ 2 വിഭാഗമാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് MLA സീറ്റും മറ്റൊരാൾക്ക് മന്ത്രി സീറ്റും. നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ, അതുപോലെ നമുക്ക് സംരക്ഷണമൊക്കെ വേണ്ടേ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാടോ, അവന്റെ വീട് കയറി തള്ളിയെന്ന് കേട്ടല്ലോ. അവന് പറ്റിയ ആള് നീ തന്നെയാടോ.
നമ്മുടെ ആളാണ് അവൻ. അറിയില്ലേട്ടാ ആരാടോ അത്? എന്താ സാർ അത്? എവിടെ ഇരുന്ന് എന്നെ എങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എൻ്റെ ജാതി ചോദിക്കാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ ജാതി വെച്ചില്ല എല്ലാം നടക്കുന്നത്. എല്ലാവരും കൂടി അങ്ങനെ ആക്കിന്ന് പറ. വോട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേടോ ജാതിക്ക് അത്രയും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. സാറേ, ഓരോ ജാതിയിലും ജാതി വേണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ മെജോറിറ്റി ആയിട്ടുള്ളത്. അവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ വലുതായി തോന്നുന്നത്. ഒന്ന് പോടോ. എൻ്റെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. ഇന്നലെ പാർട്ടി തുടങ്ങിയവരൊക്കെ ജാതിയുടെ പേര് പറഞ്ഞ് വോട്ട് ചെയ്തുകൊണ്ടല്ലേ അവർക്കൊക്കെ മന്ത്രിസഭയിൽ സീറ്റ് കിട്ടിയത്. രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം ജാതിയാ. തെറ്റാണ് സാർ. ജയവും പരാജയവും തീരുമാനിക്കുന്നത് ജാതിയിലെ വോട്ടുകളല്ല, വിദ്യാഭ്യാസമുള്ളവൻ്റെ വോട്ടാ. ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ അവൻ്റെയൊക്കെ വോട്ട്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിയുന്നവരുണ്ടല്ലോ അവരുടെയൊക്കെ വോട്ട്. അടുത്ത തലമുറയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ജാതിയുടെ വോട്ടൊന്നും പറഞ്ഞ് വരണ്ട സാറേ. ജാതിയുടെ പേരും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ സൗജന്യത്തിൻ്റെ പേരിൽ ക്യൂവിൽ നിർത്തിയില്ലേ? റോട്ടിൽ കൊണ്ടുവന്ന് പെച്ചിയെടുക്കും പോലെ നിർത്തിയില്ലേ? എല്ലാത്തിനും കൊണ്ടുപോയില്ലേ? നിങ്ങൾ ശരിയല്ല. കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഒരു സംശയം പോയി നിങ്ങൾ പറയണ്ടല്ലോ. എന്താ പോയത്? ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു. സംരക്ഷിക്കേണ്ടതൊന്നും നിങ്ങൾക്ക് സംരക്ഷിക്കാനും കഴിഞ്ഞില്ല. ഒറ്റിക്കൊടുത്തു, എല്ലാത്തിനെയും ഒറ്റിക്കൊടുത്തു. മീതയിന് വേണ്ടി ഒറ്റിക്കൊടുത്തു, കൃഷിയെ ഒറ്റിക്കൊടുത്തു, കൃഷിക്കാരൻ മരണത്തിന് വിട്ടുകൊടുത്തു. തൊട്ടടുത്തുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ നശിപ്പിച്ചു. ആചാരങ്ങൾ നശിപ്പിച്ചു, അനുഷ്ഠാനങ്ങൾ നശിപ്പിച്ചു. ജല്ലിക്കെട്ട് എൻ്റെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നത്. ഞാൻ ദൈവമായി കാണുന്നതിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ മറ്റൊരു സംസ്കാരം. ഏറുപൂട്ടൽ, എൻ്റെ പൂർവികരുടെ സമ്പത്ത്, എൻ്റെ സംസ്കാരം, ശൈലി, വീര്യം. അതിനെല്ലാത്തിനും മീതെ എൻ്റെ ഔഷധങ്ങൾ. അമ്മയുടെ മുലപ്പാലിന് തുല്യമായ സമമായ ഒരേ നാട്ടുമാടുകൾ ഈ മണ്ണിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റെങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. എത്ര വിധം മാടുകളുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? അത്തക്കറുപ്പൻ, അനരിക്കാളൻ, അളക്ക് വെച്ചൻ, ആലൈ വെച്ചൻ, ആനച്ചുരൻ, കട്ടക്കാളെ, കട്ടക്കാരി, കട്ടവളക്കാളെ, കട്ടക്കൊമ്പൻ, കാട്ടുകൊമ്പൻ, കത്തിക്കൊമ്പൻ, കരുമരക്കാളെ, കരുമരക്കാളെ, കറുങ്കാളെ, കളർവായ് വിരയൻ, കളർച്ചിക്കണ്ണൻ, കാളക്കട്ടൻ, കണ്ണൻ, മയിൽ, കറുപ്പൻ, കറാമ്പശു, കാരിക്കാളെ, കാൽച്ചിലമ്പൻ, കുട്ടച്ചെവിയൻ, കുട്ടൈഞ്ഞരമ്പൻ, കുള്ളച്ചോപ്പൻ, കുത്തുക്കൊമരൻ, കുണ്ടുക്കണ്ണൻ, കൂടുക്കൊമ്പൻ, കൂളെവാളൻ, കൂളെസൂള്, കൊട്ടൈപ്പാക്കൻ, കൊണ്ടത്തലയൻ, ഏരിച്ചുറിയൻ, ഏറുവാളൻ, നരക്കളത്തൻ, നട്ടൈക്കൊമ്പൻ, നാളെക്കാളൻ, പടപ്പ് പിടങ്ങി പടക്കൊടുമ്പൻ. പശുക്കളാണെങ്കിൽ പനങ്കാൽ മയില്, പട്ടിക്കാല്, പാൽ വെള്ള, പൊട്ടക്കണ്ണ്, പൊക്കുവായൻ, പോരുക്കാളെ, മട്ടക്കുളമ്പൻ, മഞ്ചൾ വാളൻ, മഞ്ചളി വാളൻ, മരച്ചുവളൻ, മഞ്ചപ്പായൽ മയില്, മയിലക്കാളെ, മേഘവർണ്ണൻ, മുറിക്കൊമ്പൻ, മുറിക്കാലൻ, മുട്ടിക്കാലൻ, ശംഖുവർണ്ണൻ, സെമ്മറിയാൻ, സെമ്മരിക്കാളെ, സെന്തലി വൈരൻ, സെവളരുത്, സൊറിയൻ, തനപ്പൻ, തനൈക്കാളെ, തനിക്കൊമ്പൻ, തുറൈസെർക്കുളെ, തൂക്കസെറിയൻ, വട്ടപ്പുള്ളെ, വട്ടച്ചെവിയൻ, വട്ടക്കരയൻ, വർണ്ണക്കാലൻ, വളൈക്കൊമ്പൻ, വള്ളിക്കൊമ്പൻ, വെള്ളിക്കുടുമൻ, വെള്ളൈക്കണ്ണൻ, വെള്ളൈപ്പോരൻ, വെള്ളൈക്കാളൻ, കറുത്തിയ പുള്ളൈ, സന്തന പുള്ളൈ, പനങ്കാരി, സെങ്കുത്തുകാരി, കാരിമാട്, കരിക്കാമയിൽ, പുളിക്കുളം കാളை. ഇത്രയധികം മാടുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അവയൊക്കെ എവിടെ പോയി? പല പല സ്ഥലങ്ങളിലായിട്ട് ചെതറി കിടക്കുക. നശിപ്പിച്ചില്ലേ എല്ലാം? ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 300 വർഷം. എന്നിട്ട് 30ാമത്തെ വയസ്സിൽ നെഞ്ചു പൊട്ടിച്ചാവുന്നു. എല്ലാത്തിലും വിഷമല്ലേ ഉള്ളത്? നമ്മുടെ പൂർവികർ സംരക്ഷിച്ചുകൊണ്ട് വന്നത്, നിധി പോലെ കൊണ്ടു തന്നത് പലതും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളതെന്നുള്ള ചിന്ത പോലും നശിപ്പിച്ച് കളഞ്ഞില്ലേ? അതുകൊണ്ടാ തിരിച്ചറിഞ്ഞത് മനുഷ്യൻ. കൂടാതെ യുവാക്കൾ തിരിച്ചറിഞ്ഞു, പെണ്ണുങ്ങൾ തിരിച്ചറിഞ്ഞു, കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കൂട്ടം കൂട്ടമായിട്ടുണ്ടായിരുന്നു. ഈ നാട് തന്നെ നെടുങ്ങി തിരിച്ചില്ലേ? ഈ രാജ്യത്തിലെ സംഭവം ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ശ്രദ്ധ തിരിച്ചില്ലേ? ഭാരതീയം ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് തലോടിയാനെ എല്ലാവരെയും. മഹാനായ അബ്ദുൽ കലാം ഉണ്ടായിരുന്നെങ്കിൽ കോരിത്തെരിച്ചു പോയാനെ. കൊല്ലും കൊലയും ചെയ്യാം, നേരോടും നെറിയോടും കൂടെ. ജയിച്ചു മനുഷ്യൻ, ജയിച്ചു. ആ ജയം പോലും അവന് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ. അവനകത്ത് വന്നു, ഇവനകത്ത് വന്നു പറഞ്ഞ് അവന്റെ തല തല്ലിപ്പൊടിച്ച് റോഡിലൂടെ നിങ്ങൾ അടിച്ചു ഓടിച്ചില്ലേ? അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം നശിപ്പിച്ചില്ലേ? ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാക്കിയ സംഹാര താണ്ഡവം, ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ ചെയ്ത ദ്രോഹം മറക്കില്ല, ഒരിക്കലും ഒരിക്കലും മറക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഈ മണ്ണിന് ജീവനുണ്ട്. പല പുണ്യാത്മാക്കളുടെയും രക്തം ചിന്തിയ മണ്ണ് ഒരുപാട് ക്ഷമിച്ചു നോക്കും. എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. നശിച്ചതെല്ലാം ഉള്ളിപ്പോയി നന്മയെല്ലാം പുറത്തു വരും. ഈ ദേശം തനിക്ക് ചേർന്ന നായകനെ സ്വയം തിരഞ്ഞെടുത്ത് മുന്നിൽ കൊണ്ടു നിർത്തും. അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചേട്ടനടുത്ത് എത്ര വെള്ളവേഷ്ടിയുണ്ട്? ഒരു 200-300 ഉണ്ടാവും. എന്താ കാര്യം? അതിലെടുത്ത് കഞ്ഞിമുക്കി അയൺ ചെയ്ത് ആൽമാരിക്കത് വെച്ച് പൂട്ടിയിട്ട് വേറെ പണി നോക്ക്. ഡോ, തനിക്ക് നല്ല വിവരമാണ്. തൻ്റെ ശത്രുവാണ് എൻ്റെ ശത്രുവും.
എന്നോടൊപ്പം വന്നേക്ക്, അവൻ്റെ കഥ തീർക്കാം. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് കരുതുന്നത് തെറ്റെന്ന് കരുതുന്നവനാ ഞാൻ ആരെയും ശത്രുവായി കണ്ടിട്ടില്ല. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് എന്നെ കരുവാക്കണ്ട. ഒന്ന് നിന്നേ, സൂക്ഷിച്ചോ. ശരി സാറേ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവൻ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. ഡാ, അവൻ്റെ കാര്യം ഇതെല്ലാം ഇവൻ നോക്കിക്കോളും. അത് നടക്കും മുമ്പ് നമുക്കത് തീർക്കണം. നമസ്കാരം. 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 വാ മോനെ, നമസ്കാരം. അകത്തേക്ക് വാ. മിന്നുമൊരു സൂര്യനാ மீண்டுமே நான் வருவே சென்மம் பல தாண்டியுந்தா சேவ செய்ய சேர்ந்திடுவே நெஞ்சுக்குள்ள சித்திரமா உங்களை நான் தீட்டி வைப்ப செல்லம் கொஞ்சம் வீட்டுக்குள்ள சீக்கிரமா நான் பொறப்பேன் உள்ள அன்பு முத்தத்தையோ அள்ளி அள்ளி சேகரிப்ப நல்ல புள்ளையாயிருந்து പേര് പുകൾ நான் എടുപ്പേൻ. അയ്യോ എന്റെ കുഞ്ഞ്. ആരാരോ